ചേച്ചി എന്നും അമ്പലത്തിൽ പോവോ? ഇല്ല. ഇന്ന് എന്താ വിശേഷം? ആരെങ്കിലും പിറന്നാളാണോ? ഇന്ന് ഞങ്ങളുടെ രവിച്ചേട്ടന്റെ പിറന്നാളാണ്. ഊണ് കഴിക്കാൻ ചേച്ചി വരുമോ? രാമുണ്ണി മാഷിനെ കണ്ടിട്ട് കുറെ ദിവസങ്ങളായി. സുഖം തന്നെയല്ലേ? അച്ഛന് നല്ല സുഖമില്ലാതിരിക്കുകയായിരുന്നു. ഭാർഗവി മന്ദിരത്തിലെ ഭാർഗവിയുമ ചോദിച്ചെന്ന് വാദ്യാരോട് പറഞ്ഞേക്കണം. നടന്നാട്ടെ. വരട്ടെ. ആ വാദ്യാരിന് കഷ്ടപ്പെടാതിരിക്കണേ ഉള്ളൂ. എന്താ? അയാള് പച്ചതീനിയല്ലായിരുന്നോ? 1ാം ക്ലാസ്സിൽ 5-6 കൊല്ലം ഞാനും പഠിച്ചതാ. തൊടയിലെ മുണ്ടങ്ങൾ നീക്കിയിട്ട് മണല് കൂട്ടിയല്ലേ തിരുമണത്. ഒരു ദിവസം ഞാൻ അയാളുടെ കയ്യിൽ മൂത്രമൊഴിച്ചു. അയാളതിന് അനുഭവിക്കാണ്ടിരിക്കില്ല. ശരിക്കും പഠിക്കാഞ്ഞിട്ടല്ലേ പിച്ചി അടിക്കൊക്കെ ചെയ്തത്? എന്നിട്ട് ഞാൻ പഠിച്ചോ? ഒടുവിൽ അയാൾ തന്നെ തോറ്റു. എന്നിട്ട് ഒരു ദിവസം അയാൾ എന്നെ വിളിച്ച് പറഞ്ഞു, എന്റെ പൊന്നുമോനെ അപ്പുകൂട്ടാ, നീ പഠിക്കാൻ വരണ്ട, നീ ഗുണം പിടിക്കില്ല. അമ്പോ മഹാദേവ ഗുരുവായൂരപ്പ ഭഗവാനേ. അമ്പലത്തിലേക്കാണ്? അതെ. അമ്മയും രമയും പോകുന്ന കണ്ടു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേരാണ്. രമ എന്നെ ഉണ്ണാൻ ക്ഷണിച്ചിട്ടുണ്ട്. വരുമോ? വരാം. നടയടയ്ക്കാറായി, വേഗം പോകും. ഇത്ര നേരം നീ എവിടെയായിരുന്നാ? നട അടയ്ക്കുന്നതിന് പോയി തൊഴിച്ചിട്ട് വാ. ഇവിടെ വാ, ഇപ്പഴത്തെ വാ. നിനക്ക് എവിടെ നിന്ന് ചന്ദനം കിട്ടിയത്? കുളിച്ചു കഴിഞ്ഞപ്പോ ഒന്ന് ചന്ദനം തൊട്ടു. പ്രസാദം തൊട്ടാണ് അമ്പലത്തിൽ വരുന്നത്. അധിക പ്രസംഗി. ഇവനെയൊക്കെ കഷ്ടപ്പെട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് വളർത്തിയിട്ട് എന്താ ഫലം? വിവരം വേണ്ടേ? സ്കൂളിലെ ടീച്ചറാണ് അത്രേ. ഇവൻ പഠിപ്പിക്കുന്ന പിള്ളേർ എങ്ങനെ നന്നാവും? ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തു? അത് പറയരുത്. തെറ്റ് തന്നെയാണ്. അമ്മ നിങ്ങളുടെ 3 മക്കളുടെയും കാര്യങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ നിലയിൽ എത്തിയത്. ഇവരിപ്പൊ അത് മനസ്സിലാക്കില്ലടാ അപ്പുകുട്ടാ. നിനക്കറിയാലോ, ഇവരുടെ അച്ഛൻ മരിക്കുമ്പോ രവീന്ദ്രന് 7 വയസ്സ്, രാജേന്ദ്രന് 4 വയസ്സ്. ഇവള് കൈക്കുഞ്ഞ്. തന്തയില്ലാത്ത പിള്ളേരെ പോലെയാണോ ഞാൻ ഇവരെ വളർത്തിയത്? എത്ര നന്ദമാരുണ്ടായാലും ഇത്ര നല്ല സൽസ്വഭാവത്തോടു കൂടി വളരില്ല. എന്റെ മക്കളെ പോലെ സൽസ്വഭാവമുള്ള ആളുകൾ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? അയ്യോ, അത് ഭാർഗവീയമ്മയുടെ വൈഭവമാണെന്നാണ് നാട്ടുകാർ പറയണത്. രവീന്ദ്രന് ഇത്രയും പ്രായമായിട്ടും അവൻ ഉറങ്ങാൻ കിടക്കുമ്പോ രാത്രി 10 പ്രാവശ്യമെങ്കിലും ഞാൻ എഴുന്നേറ്റ് നോക്കും. അത് വേണം, പ്രായമതല്ലേ. പക്ഷെ എന്റെ മക്കള് വഴിതെറ്റി പോവില്ല. അയ്യോ, അന്ന് ഈ കാക്ക മലന്ന് പറക്കും. മോഹം കഷൂബഹൂരം കുമജൽ ഗുണേജാം. അച്ഛ, അമ്പലത്തിൽ വെച്ച് ചെവിച്ചേട്ടന്റെ അമ്മയും അനിയത്തിയും കണ്ടു. അച്ഛനെ അന്വേഷിച്ചു. ഇന്ന് ആ ചേട്ടന്റെ പിറന്നാളാണത്രേ. എന്നെ ഉണ്ണാൻ ക്ഷണിച്ചിട്ടുണ്ട്. നീ പോയി അവരുടെ സൽക്കാർ സ്വീകരിച്ചാൽ അതിന് പകരം സൽക്കരിക്കാനുള്ള കഴിവ് നമുക്കില്ല. അതുകൊണ്ട് മോള് പോകണ്ട. വിളിച്ച സ്ഥിതിക്ക് പോട്ടെ മാഷേ, ഒരു സന്തോഷായിട്ട് വിളിച്ചല്ലേ, എന്നിട്ട് ചെല്ലാതിരുന്ന അത് മോശാണ്. മൊയ്തൂന് അറിയില്ല, ഞങ്ങൾക്ക് കുറച്ച് പണത്തിന് കുറവുണ്ട്. പക്ഷെ അവരെക്കാൾ അഭിമാനികളാണ്. ഓ പിന്നെ ഒരു പിറന്നാളിന് ചോറ് കഴിക്കാൻ പോയാലല്ലേ ഞങ്ങൾ അഭിമാനം പോകാൻ പോണത്. അങ്ങനെ ചിമ്പിയാ പോകുന്ന മൂക്കാരാണ് പോട്ടെ അഭിമാനം. പോലെ ഇജ്ജ് പോയിക്കോ, മൊയ്തിക്കാ പറഞ്ഞത്, അതിനെ കൊണ്ട് പിന്നെ നമ്മളേറ്റു പോയിക്കോ. അപ്പേ മാഷേ, അന്തോണിയാപ്പളാ കുറച്ച് നെല്ല് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം? പെൻഷൻ കിട്ടിയ പണമെല്ലാം തീർന്നു മൊയ്തു. പണത്തിന്റെ കാര്യം അല്ല മനസ്സാങ്ങളോട് നമ്മൾ ചോദിക്കണേ. നിങ്ങൾക്ക് നെല്ല് ആവശ്യമുണ്ടോന്ന് പറയേ, ഉണ്ടെങ്കിൽ കൊണ്ടുപോയിരിക്കണ കാര്യം നമ്മൾ ഏറ്റ്. മിണ്ടാത്തതിന്റെ അർത്ഥം നിങ്ങൾക്ക് നെല്ല് വേണോന്ന്. വല്ലാത്തൊരു പടപ്പിന്നെയാണ് നിങ്ങളെ കൊണ്ട് നമ്മൾ തോറ്റ്. ശരി, ഇന്ന് വൈകുന്നേരം ഒരു ചാക്ക് നെല്ല് ഇവിടെ വരും. അത് വാങ്ങി മുറിന്റെ അകത്തിട്ടോണ്ട്. എന്തേ
നിങ്ങൾ ചാക്കോണ്ടോണില്ലപ്പാ. പിന്നെ ചാക്കില്ലല്ലാണ് ചെയ്താൽ കൊപ്രക്കൽസൈ പോലെ എന്നെ കൊണ്ട് നമ്മൾ തോറ്റി എന്നെ കെട്ടി നമ്മൾ അതാവ് കണ്ടോലില്ല. പക്ഷേ ചായ വേണോ? അല്ലേ പിന്നെ നിങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അയച്ചോ സ്ട്രോങ് ആയിട്ട് ഡഗരിയിൽ 2 ചായ കൊണ്ടാ, ഒന്ന് മാഷക്കും ഒന്ന് ഞമ്മക്കും. ഒന്ന് ഈ കൊടുത്ത് കുടിച്ചോ. അല്ല ഗോപൻ എത്തിയോ? ഞാൻ വിചാരിച്ചു നീ ഉണ്ണാൻ വരേണ്ട കാര്യം മറന്നുപോയി. ഞാൻ അങ്ങനെ മറക്കും അമ്മായി. അതെ, ഉണ്ണേണ്ട കാര്യമില്ലേ, കൃത്യസമയത്തിന് വരാതിരിക്കോ? എടിയടി നീ എന്നെ വാരാണെന്ന് നോക്കണ്ട. കണ്ടോ അമ്മായി, ഇവൾക്ക് എന്നോട് ഒരു ബഹുമാനമില്ല. നിനക്ക് അവളെ ശ്വാസം നിർത്തിക്കൂടെ? അതെ അതെ, അതിനുള്ള അധികാരം കുഞ്ഞിനില്ലേ? ഒന്നില്ലെങ്കിൽ മുറപ്പെണ്ണല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ നവദമ്പതിമാരാകേണ്ടതല്ലേ? അപ്പൊ കുട്ടാ ആഹാരം റെഡിയാണോ നോക്ക്. ഇലയിട്. ശരി ശരി. അല്ല, രാജേട്ടന് വന്നിട്ടുണ്ടോ? അപ്പൊ പിന്നെ പിറന്നാളാഘോഷം ഗംഭീരാകുമല്ലോ. എത്ര ദിവസത്തെ ലീവുണ്ട്? നാളെ പോകേണ്ടതാ, പക്ഷെ അമ്മ വിടുന്നില്ല. അതുകൊണ്ട് 2 ദിവസം കൂടെ തങ്ങിയേക്കും. ചിലപ്പോഴോ ഇവനെ കണ്ണു നിറയൊന്നും കണ്ടില്ല, അതിനിടയ്ക്ക് പോണെന്ന് അറിയാടാ. എനിക്കറിയാം, നിനക്കൊക്കെ അത്രേ ഉള്ളൂ. അതിന് അമ്മ എന്തിനാ ചൂടാവുന്നത്? അമ്മ എന്ന് പോകാൻ പറയുന്നു അന്നേ ഞാൻ പോകുന്നു. പിന്നെ വേറൊരു കാര്യം, തിരിച്ച് ബാങ്കിൽ ചെല്ലുമ്പോ എന്റെ സീറ്റിൽ ആരെങ്കിലും കയറി ഇരിക്കുന്നത് കണ്ടാൽ ഞാൻ ഇങ്ങ് തിരിച്ചു പോയി ഒരു കലപ്പയും 2 കാളം റെഡിയാക്കിയാക്കി. പിന്നെ നീ ജോലി ചെയ്തിട്ടുണ്ട് ഇവിടെ ജീവിക്കാൻ എന്ന് ഞാൻ പറഞ്ഞു. നീ കുളിച്ച് തല തോർത്തിയില്ലേ? തോർത്തിയത് പിന്നെ പിന്നെ തോർത്തി. നീ കൊണ്ട് കുളിച്ചിട്ട് നല്ലവണ്ണം തല തോർത്തെന്ന് പറഞ്ഞാൽ പോലും കേൾക്കില്ല. നീ കൊണ്ട് ഒന്ന് നിർത്തമ്മ. എന്തൊരു കഷ്ടമാണെന്റെ ദൈവം, അമ്മ ഒന്ന് നിർത്ത. മതിയമ്മ, ഞാൻ നല്ലപോലെ തോർത്തിയതാ. എന്റെ ഹെയർ സ്റ്റൈൽ അല്ല, ഈ നിലക്ക് അമ്മായി തല തോർത്തിക്കാൻ രാജേട്ടന്റെ ജോലി സ്ഥലത്തും പോകേണ്ടി വരുമല്ലോ. എന്ത് ചെയ്യാനാ ഗോപ, പറഞ്ഞ അനുസരണം വേണ്ടേ? ഗോപൻ എത്തിയോ? കണ്ടോ അമ്മായി, ഗോപൻ എത്തിയത് എല്ലാവർക്കും ഒരു അത്ഭുതം പോലെ. വെറുതെ അല്ല, പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ നടത്തുന്ന കാര്യത്തില് ഡിപ്ലോമയല്ലേ സാറ്? ഗോപൻ ഇരിക്കും, ഞാൻ ഇപ്പൊ നീ എവിടെ പോന്നു? പോസ്റ്റ് ഓഫീസിലേക്ക്. ഇപ്പൊ പോണ്ട, അത്യാവശ്യമായിട്ട് എഴുത്ത് പോസ്റ്റ് ചെയ്യാനുണ്ടമ്മേ. എന്ത് അത്യാവശ്യമായാലും ഊണ് കഴിഞ്ഞിട്ട് പോയാ മതി, ഞാനാ പറയുന്നത്. അണി ചോറ് വേണം. മതി മോനെ, മതി മതി. ചേച്ചി വരി ചേച്ചി. ഇരിക്കടി അവിടെ. ചോറിനായിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് പോകുന്നു. ഇരിക്കടി അവിടെ. അതെവിടെങ്കിലും ഓടിപ്പോകൂ. ഇവിടെ ചോറ് ഇനിയും കാണും. ഇങ്ങോട്ടിരിക്കാൻ ചേച്ചി. ആ പാത്രങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കും, അവിടെ ഇരിക്കും. വേണ്ട 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 വേണ്ട. പിറന്നാൾ സദ്യ ഉണ്ണേണ്ടത് അമ്മയും മക്കളും ബന്ധുക്കളും മാത്രം ഇരുന്നാണ്. ഇരുന്നാണേ ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോയി അപ്പുറത്തിരുത്തി ചോറ് കൊടുക്കും. കൊണ്ടുപോ. അടുക്കളത്തിലേക്കല്ലേ, വെറുതെ അങ്ങനെ നോക്കി വെക്കണ്ട. അമ്മായി ഏതായി പെണ്ണ്? ഇവിടെ അടുത്തുള്ള ഒരു വാദ്യാരുടെ മകളാ. പാവങ്ങളാ. ഞാനും കൂടെ അവിടെ. എന്ന് തുടങ്ങിയടി നിനക്ക് അനുസരണക്കേട്? അവളെ രമ ക്ഷണിച്ചതായിരിക്കും. ചേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഊണ് കഴിക്കും. എടാ ഗോപ, പായസം വരുന്നുണ്ട്, നമുക്ക് മത്സരിച്ച് തട്ടാം. ഓ യെസ്. കുറച്ചുനേരം കൂടെ നിൽക്കട്ടെ, എല്ലാരും എണീക്കാതെ. കുറച്ചുകൂടെ മാറി ഇരിക്കടോ, എല്ലാരും ഉണ്ടിട്ട് ബാക്കിയുള്ളത് തരാം. മോളെ, നീ എന്താ നേരത്തെ പോകുന്നത്? അവിടെ ചെന്നപ്പോ ഉണ്ണുന്ന സമയമായിരുന്നു, അതുകൊണ്ട് വേഗം ഊണ് കഴിച്ചു പോന്നു. അച്ഛൻ ഊണ് കഴിച്ചോ? കഴിച്ചു.
അവിടുത്തെ വിഭവസമർത്ഥമായ ഊണിനേക്കാൾ രുചി ഇവിടത്തെ പച്ചവെള്ളത്തിനാ, അല്ലേ മോളെ? മാസ്റ്റർ എവിടെ? പുറത്തേക്ക് ഇറങ്ങി. ഞാൻ വിമലയോട് മാപ്പ് ചോദിക്കാൻ വന്നതാ. ചേട്ടൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിച്ചില്ലേ? അതൊന്നും കാര്യമാക്കണ്ട. അമ്മ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളെപ്പറ്റി അമ്മ ചിന്തിക്കാറില്ല. ചേട്ടൻ അതോർത്ത് വിഷമിക്കണ്ട. ആ, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഗംഭീരമായി ഒരു പിറന്നാൾ ആഘോഷിക്കാം. അല്ല, ഇതാര്? നായരുട്ടിയോ? നിങ്ങൾക്ക് എന്താണ് മോന്തിക്കുരിപ്പിന് ഇവിടെ? ഞാൻ മാസ്റ്ററെ കാണാൻ വന്നതാ. ആ, എന്നിട്ട് നിക്കാഹിന്റെയും പിറന്നാളിന്റെ ഒക്കെ കാര്യം പറഞ്ഞു കേട്ടല്ലോ. അതാർക്കാ വയസ്സുകാലത്ത് മാഷക്കാ? അത് അത് വേണ്ട 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 വേണ്ട. നായരുട്ടി അങ്ങനെ വീണാർത്ത് കിടന്നുള്ളണ്ട. ഓക്കെ നായരുട്ടിയെ, അന്റെ പ്രായം ചവിട്ടി കടന്നിട്ട് തന്നെയാണ് ഈ മൊയ്തുട്ടി താടിയും തലയും നരച്ചുപിടി എത്തിക്കുന്നത്. കല്യാണം കഴിക്കാൻ പ്രായമായ ആണും പെണ്ണും കൂടി നിക്കാഹിന്റെ കാര്യം പറഞ്ഞു എന്ന് വെച്ചാൽ അതിന്റെ ഇക്കുമത്തി നമുക്ക് പിടികിട്ടും. ഇത് നമ്മൾ തുറന്നു പറയേ. എന്തേ? ഞങ്ങൾ തമ്മിൽ മോഹബത്ത് അല്ലേ? അപ്പൊ നിങ്ങൾ എന്താ വേണ്ടത്? നിങ്ങൾ അമ്മേനോട് പറയാം, അമ്മ നമ്മൾ മോഹബത്തപ്പെട്ടിരിക്കണേന്ന്. അതുപോലെ തന്നെ ഇവിടുത്തെ മാസ്റ്ററോടും പറയാം. എന്നിട്ട് 4 ആളെ കൊണ്ട് പറയിപ്പിക്കാണ്ട് വേഗം കല്യാണം കൊണ്ട് കഴിക്കാം. എന്തേ? അമ്മയോട് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് മറ്റാരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കുന്നതല്ലേ. എന്നാ നമ്മൾ പറയണോ? ഇവിടുത്തെ മാസ്റ്ററെ കൊണ്ട് പറയിപ്പിക്കണോ? അച്ഛൻ സമ്മതിക്കില്ല. സമ്മതിക്കൂലേ? ആര് കൊണ്ട് സമ്മതിക്കൂല? എനക്കാ പൊടിയുള്ളത്. നമ്മൾ സമ്മതിപ്പിച്ചുതരാം. എന്നാ നായരുട്ടിനെ ഇറക്കി ചെല്ലി. എന്താ ചൂട്ട് വേണോ? വേണ്ട. എന്നാ ചെല്ലി ചെല്ലി. നമ്മളെ ഇതൊക്കെ കൊണ്ട് വാങ്ങി വെക്ക്. ഇത് ശർക്കര, ഇത് മുളക്, ഇത് ചിമ്മേണ്ണയാണ്. സൂക്ഷിച്ചെടുക്കണം, മനസ്സിലായോ? കിലോ ലിറ്ററിന് 4 റുപ്യാണ് വില. കടൽ ഉണങ്ങിപ്പോയിന്നുണ്ട്, മീനൊന്നും കിട്ടിയിട്ടില്ല. അയച്ചോ, ഇതാ എന്റെ പിയ്യാപ്പിള വരികയാണ്. അവരൊക്കെ വലിയ ആളുകളല്ലേ മൊയ്തു? നമ്മൾ അവരുടെ വീട്ടിൽ ഒരു കല്യാണാലോചന ആയിട്ട് ചെന്നാലെന്താ? പിടിച്ച് കുത്തനെയാണ് മീൻകാളിയോ? ഇയാളൊന്നും മുണ്ടാതെ കുത്തിരിക്കും മാഷേ. അല്ല നോക്കി, ഇപ്പോഴത്തെ കാലത്തെ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ചെറുപ്പക്കാരുടെ ഇഷ്ടം എന്താണെന്ന് നോക്കുക. അത് നല്ല കാര്യമാണെന്ന് തോന്നിയാ ഓരോ ഇഷ്ടത്തിന് അങ്ങോട്ട് വിടുക. എന്തേ? എന്റെ അഭിപ്രായത്തില് ആ നായരുട്ടി മുന്തിയോനാ. ഓനെപ്പോലത്തെ ഒരു ചെറുപ്പക്കാരനെ ഇപ്പോഴത്തെ കാലത്ത് ഈ ദുനിയാവ് കാണൂല. മൊയ്തു, എനിക്ക് എന്റേതായ ചില ആദർശങ്ങളുണ്ട്. എന്നാ പിന്നെ അത് സ്ഥലം കൂടി ചുരുട്ടി മടക്കി തലവേണ്ട അത് കുത്തി നടത്തിട്ടുണ്ട്, കിടന്ന് ഉറങ്ങിക്കോളി. ചെല്ലി അല്ല മറ്റ് നോക്കി. പെണ്ണും ചെറുക്കനും കൂടി വല്ല ഇക്കുമത്തും കാണിച്ചാല് നിങ്ങൾ പിന്നെ ബഹളം വെച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവൂല. നോക്കി ഇങ്ങോട്ട് നോക്കി, ഞാൻ പറഞ്ഞേക്ക്. നിങ്ങൾ നേരെ അങ്ങോട്ട് ചെല്ലുക, ഭാഗ്യരവ്യമായി കാണുക, കാര്യത്തിന്റെ കിടപ്പുകളൊക്കെ അങ്ങോട്ട് പറയാ. എന്തേ? വാദ്യാർക്ക് ഇങ്ങനെ ഒരു ആലോചനയായിട്ട് എന്റെ മുമ്പിൽ വരാൻ എങ്ങനെ ധൈര്യം വന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് മാന്യതയ്ക്ക് ഒരു കുറവുമില്ല ഭാർഗവമ്മേ. നിങ്ങൾക്കറിയാമോ, ഇവിടുത്തെ ഇപ്പോഴത്തെ കലക്ടർ എന്റെ ശിഷ്യനാണ്. മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ കുര്യൻ എന്റെ ശിഷ്യനാണ്. അദ്ദേഹം എന്റെ ആരോഗ്യത്തെക്കുറിച്ച് അറിയാൻ മാസത്തിലൊരു കത്തയക്കും. രാജിവെച്ച ആഭ്യന്തരമന്ത്രിയുടെ ശിഷ്യനാണ്. അപ്പോ കേടി കുഞ്ഞവറാനും പോക്കറ്റടിക്കാരൻ കുട്ടനും മാഷ ശിഷ്യന്മാരല്ലേ? ആ കൂട്ടത്തിൽ നിന്റെ പേരും പറയാത്തതെന്താ? ഞാൻ പോയിട്ട് വറ്റമ്മേ. സൂക്ഷിച്ചു പോണം. ഭാർഗവമ്മേ, ഒരു അധ്യാപകന്റെ മാന്യത നിങ്ങൾ മനസ്സിലാക്കണം. രവീന്ദ്രനും ഒരു അധ്യാപകനാണ്. അവൻ പഴയ 5 രൂപ വാദ്യാരൊന്നുമല്ല. ഇപ്പോഴത്തെ ടീച്ചർമാരും പഴയ വാദ്യാരന്മാരും ഒരുപോലെയാ. ഇപ്പോഴത്തെ ടീച്ചർമാർ പലരും സ്വർണ്ണാച്ചല്ലേ കഴുത്തി കെട്ടുന്നത്, അല്ല കൈ കെട്ടുന്നത്. വാദ്യാര് കൊണ്ട് നേരെ നടന്ന് സമയം കുറിച്ചല്ലേ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. എന്റെ മക്കൾക്ക് 2 ലക്ഷം രൂപയുടെ സ്വത്ത് വീതം കൊടുക്കാൻ എനിക്കുണ്ട്. ഈ നാട്ടിലെ ഏറ്റവും പണക്കാരൻ കോൺട്രാക്ടർ PKPയുടെ സിസ്റ്ററാണ് ഞാൻ. എന്റെ മോനെ കൊണ്ട് ഒരു ദരിദ്രവാസി വാദ്യയുടെ മോളെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഭാർഗവമ്മേ, കല്യാണം ആലോചിക്കാൻ വന്നിരിക്കുന്നു. എനിക്കൊരു ജോലിയുണ്ട്. പക്ഷേ ഞാനൊന്നും പറയാതിരുന്നത് എന്റെ ഗുരുഭക്തി കൊണ്ടാണ്. കേൾക്കാനുള്ളത് മുഴുവൻ കേട്ടില്ലേ? ഇതേ
മോൾക്ക് ദഹനക്കേട് വരുന്നതിന് മുമ്പ് ഏതെങ്കിലും കൂലിക്കാരനെ പിടിച്ചു കൊടുക്ക്. ഞാൻ പറയുന്നതുകൊണ്ട് ഒരു ഡിഫിക്കൽട്ടി തോന്നരുത് കേട്ടാ, മനസ്സിലായില്ലേ?